കഴിഞ്ഞ പാതിരയ്ക്ക് കേരള പോലീസിനെ ഞെട്ടിച്ച് സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരുന്നു. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ കണ്ണൂർ തളാപ്പിലുള്ള ഒരു വീട്ടിലെ കിണറ്റിനുള്ളിൽ നിന്നും പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യങ്ങളിലേക്ക്. പാതിരാത്രി ഗോവിന്ദച്ചാമി അടികൾ മുറിക്കുമ്പോൾ പാറാവ് നിന്ന പോലീസുകാരന്മാർ പൊട്ടന്മാരായിരുന്നു എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇവർക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഗോവിന്ദച്ചാമി സ്വയം ജയിൽ ചാടിയതല്ല, അയാളെ ആരോ ജയിൽ ചാടാൻ സഹായിച്ചു എന്ന പ്രസ്താവനയ്ക്ക് അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാളെ തിരിച്ചു പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു പ്രസ്താവന പല ഭാഗത്തു നിന്നും, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നിരുന്നു. ഒരു സെല്ലിനകത്ത് കഴിയുന്ന ഇത്രയും തീവ്രതയുള്ള ഒരു കേസിലെ പ്രതിക്ക് ഒരിക്കലും പുറത്തു നിന്നൊരു സഹായം ലഭിക്കാതെ, അല്ലെങ്കിൽ വളരെ നാളുകളായിട്ടുള്ള ഒരു ആസൂത്രണം ഇല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാനാകില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജയിൽ ഉദ്യോഗസ്ഥർ അവർ എത്രമാത്രം ഉദാസീനരാണ് എന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത്. ആഭ്യന്തര വകുപ്പിലെ കുത്തഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. ഗോവിന്ദച്ചാമിക്ക് ശേഷം ഇവിടെ വന്ന ഒരുപാട് കൊലക്കേസിലെ പ്രതികളുണ്ട്. ഈ കൊലക്കേസിലെ പ്രതികൾക്കൊക്കെ അവിടെ സുഖവാസമാണ് ലഭിക്കുന്നത് എന്ന പ്രചാരണങ്ങളൊക്കെ പലപ്പോഴും പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവരെയൊക്കെ പിന്നീട് കോടതിയിൽ പല വാദങ്ങൾക്കായി കാണുന്ന അവസരത്തിൽ ഇവരുടെയൊക്കെ ആ ഒരു അപ്പിയറൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർ അവിടെ സുഖവാസം അനുഭവിക്കുകയാണ് എന്നത് തന്നെയാണ്. ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ കിട്ടിയാലും ജയിലിൽ പോയി സുഖജീവിതം നയിക്കാം എന്നത് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്കിടയിൽ അല്ലെങ്കിൽ ക്രിമിനലുകൾക്കിടയിൽ, ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്കിടയിൽ ഉണ്ടാകാൻ നമ്മുടെ പോലീസുകാരും നമ്മുടെ നിയമവ്യവസ്ഥയും ജയിലുകളുടെ കുറ്റവാളികളുടെ ജീവിതവും സഹായകമായി എന്നതിന്റെ ആദ്യത്തെ തെളിവ് തന്നെയാണ് ഗോവിന്ദച്ചാമി. ജയിലിൽ പോയവരൊക്കെ സിനിമാ നടന്മാരെക്കാൾ ഗ്ലാമറസ് ആയി തിരിച്ചു വരുന്ന കാഴ്ചകളാണ് പലപ്പോഴും കേരളം കണ്ടത്. ഇതിനാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. ഇനി ഒരു ഗോവിന്ദച്ചാമി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ നിയമാവസ്ഥയാണ് തുടർന്നും ഉണ്ടാകുന്നത് എങ്കിൽ ഇതിൽ ഇനിയും ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഒരു ഒറ്റക്കൈയുള്ള ആൾ എങ്ങനെയാണ് ഒരു യുവതിയെ തള്ളിയിടുക എന്നാണ് കോടതി ചോദിച്ചത്. പക്ഷെ ഒറ്റക്കൈയുള്ള ആൾക്ക് ജയിൽ ചാടാൻ സാധിക്കും. അതും ജയിലിന്റെ കമ്പി അറുത്തുമാറ്റി തുണി കൊണ്ട് വടമുണ്ടാക്കി കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്നും അയാൾ ചാടുകയായിരുന്നു. സൗമ്യ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട തടിച്ചു കൊടുത്ത ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് എന്ന ഒറ്റക്കയ്യൻ ജയിൽ ചാടിയതോ ചാടിച്ചതോ എന്നത് ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇയാളെ തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോലീസും മിണ്ടില്ല, അതുപോലെ തന്നെ ഗോവിന്ദച്ചാമി എന്തായാലും മിണ്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സംസ്ഥാന വ്യാപകമായിട്ടായിരുന്നു ഇയാൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചത്. വൈകുന്നേരം 5 മണിയോടെയാണ് സാധാരണ ജയിൽ അധികൃതർ പ്രതികളെ അകത്ത് കയറ്റുന്നത്. ഗോവിന്ദച്ചാമി ഇല്ലാന്ന വിവരം പക്ഷേ രാവിലെ 7 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. 1:15 തന്നെ ഇയാൾ ജയിൽ ചാടി എന്നാണ് വിവരങ്ങൾ. ഇത്രയും മണിക്കൂറുകൾ ഇവിടുള്ള പോലീസുകാർ എന്തിന് കണ്ണടച്ചു എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനുള്ള ഉത്തരമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ പോലീസുകാരും പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.